ഇന്ന് നമുക്ക് സാരീസിൻ്റെ ഒരു വീഡിയോയാണ്. അതിനകത്ത് നമുക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ്. ഡിഫറെൻറ്റ് മെറ്റീരിയലിലും ഡിഫറെൻറ്റ് പാറ്റേണിലും വന്നിരിക്കുന്ന സാരീസാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ പീസസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. നമ്മുടെ വീഡിയോസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നവരിൽ നിന്ന് നറുക്കിട്ട് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുത്ത് എല്ലാ മാസവും നമ്മൾ 9 പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. സാരീസ് തന്നെയാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ്സ് കാണുന്നതിന് മുമ്പ് ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ സാരി ഗിവ് അവേ വിന്നേഴ്സിൻ്റെ പാഴ്സൽസ് എല്ലാം റെഡിയാണ്, നമ്മൾ അയക്കുന്നതായിരിക്കും. നമ്മൾ എല്ലാ മാസവും 9 പേർക്ക് ഗിഫ്റ്റ് അയച്ചു കൊടുക്കുന്നുണ്ട്. യൂട്യൂബിൽ നിന്ന് 3 പേർക്ക്, ഫേസ്ബുക്കിൽ നിന്ന് 3 പേർക്ക്, അതേപോലെ തന്നെ ഇൻസ്റ്റയിൽ നിന്ന് 3 പേർക്ക്, അങ്ങനെ ടോട്ടൽ 9 പേര് വരും. എല്ലാ മാസവും ഗിഫ്റ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് അതിനകത്ത് വിന്നറാകാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ എല്ലാ വീഡിയോസും ഷെയർ ചെയ്യുക, വീഡിയോസിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ മതി. ഇവരിൽ നിന്ന് നറുക്കിട്ടാണ് നമ്മൾ വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, വിന്നേഴ്സ് ആകുക. താങ്ക് യു. ഫസ്റ്റ് വന്നിരിക്കുന്ന പ്യോർ വൈറ്റിൽ ഇതേപോലെ ബോർഡറിൽ ഡിഫറെൻറ്റ് കളർ എംബ്രോയിഡറി. ഇതിൻ്റെ ബോർഡറിൽ കളർ വന്നിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. നല്ലൊരു റെയർ ഷെയ്ഡാണ് ഇതിനകത്ത് ഇതിൻ്റെ ബോർഡർ കളർ വന്നിരിക്കുന്നത്. രണ്ട് സൈഡിലും ഇതേപോലെ ബോർഡേഴ്സ് വരും. 2190 2190 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓൾ ബോഡി ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വരും. നമ്മൾ യൂഷ്വലി എല്ലാ എംബ്രോയിഡറി സാരീസിലും കാണുന്ന പോലെ തന്നെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ലോവർ ഹാഫിലാണ് ഇതിൻ്റെ എംബ്രോയിഡറി വർക്ക്. സെയിം ടോണിൽ വരുന്ന സെയിം ടോണിൽ വരുന്ന ബ്ലൗസ് കേട്ടോ. സെയിം വൈറ്റിൽ തന്നെ വരുന്ന ബ്ലൗസ്. 2190. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. കോട്ട മെറ്റീരിയലാണ്. നമുക്ക് സ്റ്റാർച്ച് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല, പെട്ടെന്ന് കൊടുക്കാം. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും. അടുത്തത് വരുന്നത് കോട്ട മെറ്റീരിയലിൽ തന്നെ വൈറ്റ് തന്നെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്ന സാരി. 2490 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. ഇത് വൈറ്റ് തന്നെയാണ്, സെൽഫ് ടോണിൽ തന്നെ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്. സെയിം പാറ്റേൺ തന്നെയാണ്. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ലോവർ ഹാഫിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. സെയിം വൈറ്റിൽ തന്നെ വരുന്ന ബ്ലൗസും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. കോട്ട മെറ്റീരിയലിൽ സ്റ്റാർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ് കേട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ. അടുത്തത് വരുന്നത് നമുക്കിങ്ങനെ ലാവൻഡർ ഷെയ്ഡാണ്. സെയിം പാറ്റേൺ തന്നെ ലാവൻഡർ ഷെയ്ഡ്. സെയിം ഷെയ്ഡിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസും ഇതിനകത്ത് അറ്റാച്ച്ഡ് ആണ്. ഇതേപോലെയാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് സെയിം 2580 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരി. സെയിം ലാവൻഡർ ടോൺ. അടുത്തത് വരുന്നത് നമുക്ക് വൈറ്റിൽ ഇതേപോലെ ഒരു ബ്രൗൺ ഗ്രേ ചേർന്നിട്ടുള്ള പോലെയുള്ളൊരു ഷെയ്ഡാണ് ഇതിനകത്ത് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെയും റേറ്റ് വരുമ്പോൾ 2580 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. ഇതേപോലെ തന്നെ നമുക്ക് വൈറ്റ് തന്നെ ബ്ലൗസും അറ്റാച്ച്ഡ് ആണ്. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ലോവർ ഹാഫിലാണ് വർക്ക് വരുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വരുന്നത്. ഇങ്ങനെ വരും സാരി. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് ലോവർ ഹാഫിൽ വർക്ക് വരും. അടുത്ത് വരുന്ന അതിൻ്റെ ഒരു പിങ്ക് സെയിം പാറ്റേൺ. അടുത്തത് വരുന്നത് വൈറ്റിൽ ഇതേപോലെ വൈറ്റ് തന്നെ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ചെറിയൊരു ഡോട്ട് ഇങ്ങനെ ഒരു ചില്ലി റെഡ് പോലെ ഒരു ചെറിയ ഡോട്ട് ഡിസൈൻ ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2680. ഫുൾ നമുക്ക് വിത്തൗട്ട് ബോർഡറാണ്. ഫുൾ ബോഡി ഇതേപോലെ എംബ്രോയിഡറി വർക്ക്. അതേപോലെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ലോവർ ഹാഫിൽ ഇതേപോലെ വർക്ക്. സെയിം ടോണിൽ തന്നെ വന്നിരിക്കുന്ന ബ്ലൗസ് പീസും അറ്റാച്ച്ഡ് ആണ്. അടുത്തത് വരുന്നത് നമുക്കൊരു ലിനൻ മെറ്റീരിയലിലാണ്. ലിനൻ മെറ്റീരിയലിൻ്റെ ഇതേപോലെയാണ് സാരി വരുന്നത്. ഇതാണ് സാരിയിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി വർക്കും
ചെറിയൊരു സീക്വൻസിൻ്റെ വർക്കും കൂടെ വരും. ഇത് കണ്ടോ, എംബ്രോയ്ഡറി വർക്കും ഒരു ഗ്രേ ടോണിലുള്ള എംബ്രോയ്ഡറി വർക്ക്. ഇത് ഒരു പ്യുവർ വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓഫ് വൈറ്റ് ടോണിലേക്ക് എന്നാ പറയാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇതേപോലെ ഒരു ജസ്റ്റ് ഇടയ്ക്കേ കൂടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഗോൾഡൻ ലൈൻസും സീക്വൻസിൻ്റെ വർക്കും കൂടെ വരും. ഇത് നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഈ ഭാഗം ഇടുന്ന ഭാഗം, പിന്നെ താഴെ പിന്നെ വരുമ്പോൾ നമുക്ക് ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് താഴെ ആ വർക്ക് വരും. അതുപോലെ തന്നെ മുകളിൽ ഇതേപോലെയാണ് വർക്ക് വരുന്നത്. 2 ബോർഡേഴ്സും ഒരു ലൈറ്റ് ഗോൾഡൻ സെറിയുടെ 2 ബോർഡേഴ്സും വരും. അതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതേപോലെ സ്ട്രൈപ്സ് പാറ്റേണിൽ വരുന്ന ബ്ലൗസ് പീസ്, അതിനകത്ത് സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൂടെ വരും. ഇതിൻ്റെ റേറ്റ്, ഇത് ലിനൻ മെറ്റീരിയലിൽ വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇങ്ങനെ വരും സാരി. ഒരു ഓഫ് വൈറ്റ് ടോണിലാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1690. അടുത്തത് വരുന്ന സെമി സിൽക്കിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന സാരി. സെമി സിൽക്കിൽ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ എംബ്രോയ്ഡറി വർക്ക്, പ്യുവർ വൈറ്റിൽ വന്നിരിക്കുന്ന ഒരു പിങ്ക് ടോണിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് സെമി സിൽക്ക്. നമുക്ക് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാവുന്ന മെറ്റീരിയൽ. ഇതിൻ്റെ നമുക്ക് പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ ഹാഫിലാണ് വർക്ക് വരുന്നത്. ഇങ്ങനെ വരും. ബ്ലൗസ് വരുമ്പോൾ നമുക്ക് വൈറ്റിൽ തന്നെ വരുന്ന പ്ലെയിൻ ബ്ലൗസ്. അടുത്തത് വരുന്നത് നമുക്ക് കോട്ട മെറ്റീരിയൽ 1190 റേഞ്ചിൽ വന്നിരിക്കുന്ന വൈറ്റിൽ ബ്ലാക്ക് എംബ്രോയ്ഡറി വരുന്ന സാരീസ്. 1190 വൈറ്റിൽ ബ്ലാക്ക് എംബ്രോയ്ഡറി. ഇതേപോലെ വൈറ്റിൽ ബ്ലാക്ക് എംബ്രോയ്ഡറി വന്നിട്ടുണ്ട്. 1190. ഇതൊന്നും നമുക്ക് ഇങ്ങനെ സ്റ്റാർ ചെയ്ത് ഉപയോഗിക്കേണ്ട ഐറ്റംസ് അല്ല കേട്ടോ, ലൈറ്റ് വെയ്റ്റ് ആണ്. പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ ഹാഫിലാണ് വർക്ക് വരുന്നത്. പ്ലെയിൻ വൈറ്റിൽ തന്നെ വരുന്ന ബ്ലൗസ്. 1190. ഇതേപോലെയാണ് സാരി വരുന്നത്. 1190 റേഞ്ചിൽ വന്നിരിക്കുന്ന സാരീസ്. വൈറ്റിൽ ഇതേപോലെ ബ്ലാക്ക് എംബ്രോയ്ഡറി. അടുത്തത് വരുന്നത് കോട്ട ഫുൾക്കാരിയിൽ വൈറ്റിൽ ഇതേപോലെ എംബ്രോയ്ഡറി വർക്കും ചെറിയൊരു കട്ട് വർക്കും കൂടെ വന്നിരിക്കുന്ന സാരി. ഇങ്ങനെ വരും. കോട്ട ഫുൾക്കാരിയിൽ വൈറ്റിൽ ഇതേപോലെ 2 ബോർഡറും എംബ്രോയ്ഡറി വർക്കും കട്ട് വർക്കും കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3250. കോട്ട ഫുൾക്കാരി മെറ്റീരിയലിൽ വന്നിരിക്കുന്ന സാരി. അതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ നമുക്ക് സെയിം ആ ഒരു കോട്ട ഫുൾക്കാരി മെറ്റീരിയലിൽ വന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡർ വരും. ഇത് വൈറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. കോട്ട ഫുൾക്കാരിയുടെ വൈറ്റ് ഇങ്ങനെയാണ് വരുന്നത്. അടുത്തത് വരുന്നത് കോട്ട ഫുൾക്കാരിയുടെ തന്നെ ബ്ലാക്കിൽ ഇതേപോലെ കട്ട് വർക്ക് ആൻഡ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ള സാരി. ഒരു പിങ്ക് ടോണാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3250. കോട്ട ഫുൾക്കാരി. ഇതിൻ്റെ മുന്താണിയിലേക്ക് വരുമ്പോഴും ഇതുപോലെ വരും. എന്നിട്ട് 2 ബോർഡറും ഇങ്ങനെ വരും. അതിൻ്റെയും ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ വരുമ്പോൾ ഈ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. 3250. ജെറ്റ് ബ്ലാക്ക് ടോണിൽ വന്നിരിക്കുന്ന സാരീസ്. അടുത്തത് വരുന്നത് ബ്ലാക്ക് തന്നെ കട്ട് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2980. ബ്ലാക്ക് തന്നെ ത്രെഡ് വെച്ചിട്ട് തന്നെയുള്ള കട്ട് വർക്കും എംബ്രോയ്ഡറി വർക്കും കൂടെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ആ ഒരു എംബ്രോയ്ഡറി ആൻഡ് കട്ട് വർക്ക് വന്നിട്ടുണ്ട്. കോട്ട ഫുൾക്കാരി മെറ്റീരിയലിൽ. അതിൻ്റെ ഡിസൈൻ മാത്രം കാണിക്കാം. ബ്ലാക്കിൽ ജെറ്റ് ബ്ലാക്ക് ടോണിൽ ബ്ലാക്ക് എംബ്രോയ്ഡറി ആൻഡ് കട്ട് വർക്ക്. അടുത്തത് വരുന്നത് ജെറ്റ് ബ്ലാക്ക് ടോൺ തന്നെയാണ്. അതിൻ്റെ ആ ബോഡിയിലെ ഡിസൈൻ മാത്രം ചെറിയ ഡിഫറൻസ് ഉണ്ട്.
സെയിം റേറ്റ്. അടുത്തത് വരുന്നതും ജെറ്റ് ബ്ലാക്ക് ടോൺ തന്നെ, ബോഡിയിലെ ഡിസൈൻ ഡിഫറെൻറ്റ്. ബോഡി ഡിസൈൻ ഡിഫറെൻറ്റ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ പുതിയ കളക്ഷൻസുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.